എവിടെയാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും എന്നോട് അടുപ്പമുള്ളവര് മേൽമേ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് ആ ദിക്ർ ചൊല്ലി മരിക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. 40 ചില്ലാനും കൊല്ലം ഒരാൾ രാത്രി ചെല്ലാൻ വേണ്ടി നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യല്ലേ. താജുൽ ഉലമാ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി നവ്വറല്ലാഹു മർത്തദ വറഫഅല്ലാഹു ദർജത. ഉള്ളാണ്ടങ്ങൾ പാപ്പയെ പോലെയുള്ള വലിയ വലിയ ആലിമീങ്ങളും സയ്യിദന്മാരൊക്കെ നമ്മുടെ ആലിക്കാർക്ക് സമ്മതം കൊടുത്ത് എല്ലാം പൊരുത്തം കൊടുത്ത് അവിടത്തേക്കും ഈ കുടുംബത്തിനെല്ലാം ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നമ്മൾ വേണ്ട എന്താ, നമ്മളിപ്പോ ദിക്ർ ചൊല്ലി ഞാൻ കുറച്ച് കിടന്നെങ്കിലും ഞാൻ ആ ദിക്ർ കേട്ടിട്ടുണ്ട്. ഇഫായി റാത്തീബ് നമ്മളെല്ലാവരും ചൊല്ലുന്ന ദിക്റാണ്. അല്ലാഹു പ്രിയപ്പെട്ടവരെ അതിന്റെ അർത്ഥം നന്നായി പഠിക്കണം. അല്ലാഹു ഹാദിരീൻ, അല്ലാഹു എനിക്ക് ഹാജറുള്ളവനാണ്. അല്ലാഹു നാദിരീൻ, അല്ലാഹു എന്നെപ്പോഴും നോക്കുന്നവനാണ്. അല്ലാഹു ഷാഹിദീൻ, അല്ലാഹു എനിക്ക് സാക്ഷിയാണ്. അല്ലാഹു മഹീൻ, അല്ലാഹു എന്റെ കൂടെ എപ്പോഴും ഉള്ളവനാണ്. അല്ലാഹു തആലാക്ക് പ്രിയപ്പെട്ടവരെ, അതേ കള്ളത്തരീക്കത്തിന്റെ വ്യാജത്തരീക്കത്തിനാണ് പറയുന്നത്. അല്ലാഹു ശരീരമില്ല, അല്ലാഹു ഒരിക്കലും നാട്ടില്ല. അല്ലാഹു നമ്മളോട് ആണെന്ന് പറയുമ്പോ അവ ശരീരം കൊണ്ട് കൂടെയല്ല അങ്ങനെ പറയുന്ന നൂരിശാസ്ത്രീക്കത്തുകാരുണ്ട്. പക്ഷേ നമ്മൾക്ക് ആ വിശ്വാസമില്ല. അല്ലാഹു അല്ലാഹു എനിക്കെപ്പോഴും എന്റെ കൂടെയുള്ളവനാണ്. അവന്റെ ഞാൻ ഈ ദിവസം കാസർഗോഡ് ജില്ലയിൽ സ്ഥലം ഞാൻ പറയുന്നില്ല, ഇതുപോലൊരു ഇഫായി ഷെയ്ഖിന്റെ ആണ്ട് നേർച്ചക്ക് പോയി. അവിടെ പ്രസംഗിക്കാൻ നോക്കുമ്പോ എന്നോട് പറഞ്ഞ ഒരാൾ ഉസ്താദേ, ഹറാമായ ചാറ്റിങ്ങുകളും ഒക്കെ നടത്തുന്നു. ഒരു ഭാഗത്ത് മറ്റേ ഭാഗത്ത് അന്യപെണ്ണുങ്ങളോട് ചാറ്റിങ്, വേറെ ഭാഗത്ത് സംസ്കാരമില്ല, നോമ്പില്ല, സുന്നത്തില്ല, വെറും ദിക്ർ. ഇങ്ങനെയാവാൻ പാടില്ല. അല്ലാഹു നമ്മളെപ്പോഴും കാണുന്നുണ്ട്. എന്നാൽ ഇതിന്റെ അർത്ഥം അത് പറയാൻ എനിക്ക് അർഹതയില്ല. അല്ലാഹു നമ്മളെയൊക്കെ നന്നായി